ചേസിങ്ങും റൈഡും ഒക്കെ ഉണ്ടായിരുന്നു. ചേസിങ് കാറിന്റെ ചേസിംഗ് ഒന്നും പറയാനല്ല. ഒരു ഗ്യാപ്പിൽ കൊണ്ട് നിർത്തുന്ന സീനുണ്ട്, അതൊരു വെറൈറ്റി സീനാണ്. വേറെ ലെവലാണ്. നമുക്കടെ കട്ട ഫാനാണോ? ഇടി എന്ന് പറഞ്ഞ ഇടിയോടിടി കൊല ഇടി അല്ലേ, മരണ ഇടി ഇടി. ഈ ഭീഷ്മോർവ ഇറങ്ങിയ സമയത്ത് ഹേറ്റേഴ്സ് ഒക്കെ പറഞ്ഞത് അനിയൻകുട്ടന്മാരെ ഇറക്കി കസേര ഇരുന്നുള്ള ഫൈറ്റാണ് മമ്മൂക്കാന്ന്. അതിനുള്ള ഒരു മറുപടിയാണോ? അതിന്റെയൊക്കെ അപ്പുറത്തുള്ള മറുപടിയാണ് കാണിച്ചു കൊടുത്തേക്കണേ. ഇപ്പൊ കസേര ഒന്നും നമുക്ക് വിഷയമല്ല, കസേര മടക്കിയടിയാണ്. അപ്പൊ ഇടിയുടെ ഒരു പൂരമാണ് അല്ലേ സിനിമ? അല്ലാതെ കോമഡി അങ്ങനെയുള്ള കോമഡി ഉണ്ട്, അത്യാവശ്യം സ്റ്റോറി ഉണ്ട്, അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. വൈശാഖിന്റെ ഒരു വലിയൊരു തിരിച്ചുവരവ് തന്നെയല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എങ്ങനെയാണ് ഇപ്പം ഈ മഴക്കാലത്ത് എങ്ങനെ ഇത്? മഴക്കാലത്ത് എന്തായാലും വിജയിക്കും. കാരണം മമ്മൂട്ടിനെ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഈ പടം കണ്ടിരിക്കും. മലയാളത്തിൽ ആദ്യമായിട്ട് 60ഓളം രാജ്യങ്ങളിലാണ് റിലീസ്. 60 മേലെ ഇടക്കാണ്. അപ്പോൾ ആ ട്രൂത്ത് ഗ്ലോബലിന്റെ പേരെഴുതി കാണിപ്പിച്ചപ്പോൾ തന്നെ ഗംഭീര കയ്യടിയാണ്. അപ്പോൾ ആ സമുദിക്കയോട് ആരാധകർക്ക് ഭയങ്കരമായിട്ട് ഒരു നന്ദി ഉണ്ടായിരിക്കും അല്ലേ? അത്രയും രാജ്യങ്ങളിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ വരെ റിലീസ് വെക്കുക എന്നുള്ളത്, അറിയാൻ പാടില്ലാത്ത രാജ്യങ്ങൾ വരെ റിലീസിംഗ് ആണ്. അപ്പോൾ ഇനി ഈ മഴയൊക്കെ ഒന്ന് മാറി കാണാനിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? മഴയൊന്നും വെയിലൊന്നും ഇല്ല, എപ്പോഴും കാണാൻ പറ്റിയ ഒരു ഫിലിം തന്നെയാണ്. കുറെ കാലമായിട്ട് മമ്മൂക്കയുടെ ഒരു ഭീഷ്മർവൊക്കെ വന്നെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഒരു ഇടിപ്പടം എന്നുള്ള രീതി ഭീഷ്മ ഒരു ക്ലാസിക് സാധനമാണല്ലോ. ഒരു സ്റ്റാൻഡായിട്ടുള്ള ഒരു ആക്ഷൻ പടം ഇങ്ങനെ വന്നിട്ടില്ലെന്ന് തന്നെ പറയാം. ഇത്ര ആക്ഷൻ ഈ പ്രായത്തിൽ ഒരിക്കലും പറ്റൂല പുള്ളിക്ക് എന്നുള്ള രീതിയിൽ. പക്ഷെ അതെല്ലാം തിരുത്തിയാണ് ഈ ആക്ഷനൊക്കെ. വില്ലന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടല്ലോ, വില്ലന്മാർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഇത് കൊടുത്തിട്ടുണ്ടാവും. ഷെട്ടി അഴിഞ്ഞാടിയിരിക്കാന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. താങ്ക് യു. ആണോ കയ്യ മമ്മൂക്ക കണ്ടപ്പോ എന്ത് തോന്നി? മമ്മൂക്കയുടെ നേരത്തെ ഇടിപ്പടം എല്ലാം തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയുണ്ട് ഇത് കണ്ടപ്പോ? ആണ് അല്ലേ? വോൾട്ടേജ് പടം, ഹൈ വോൾട്ടേജ് പടം, ഹൈ വോൾട്ടേജ് പടം. ജോസേട്ടന്റെ അഴിഞ്ഞാട്ടം. ആ ഞാൻ നല്ല സന്തോഷമാണ്, ഒന്നും കളയാനില്ലടാ. ലാഗൊന്നുമില്ല പടത്തിന്. കുലുക്കിന്ന് വിടി. ഭീഷ്മർവ ഇറങ്ങിയപ്പോഴേ ഹേറ്റേഴ്സ് കൂടുതൽ ആളുകളും പറഞ്ഞ അനിയൻകുട്ടന്മാരെ ഇറക്കി വിട്ട് കസേര ഇരുന്നാണ് മമ്മൂക്കയുടെ പരിപാടി എന്നാണ്. ഇപ്പൊ എന്താണ് ഇത് കണ്ടപ്പോ എന്താ തോന്നുന്നത്? അവരോട് എന്താ പറയാനുള്ളത്? അങ്ങനൊന്നും നമുക്ക് ഫീൽ ചെയ്യാനല്ലോ ഈ പടം കണ്ടിട്ട് അല്ലേ? പുള്ളി അഴിഞ്ഞാടല്ലേ പുള്ളിക്കാരൻ. നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഇല്ല പടം കാണുമ്പോൾ. ആ കസേര പോലും ടൂളാക്കി ഇരുന്ന കസേരകൾ എടുത്തിട്ട് അടിച്ച് ഒട്ടിച്ചിട്ട് കസേരയുടെ കാല് വെച്ച് അടി. എനിക്ക് ഒരു ഭീഷ്മർവ അടിപ്പടം ആണെങ്കിൽ പോലും അതിനൊരു ക്ലാസിക് ടച്ച് ഉണ്ടായിരുന്നല്ലോ. ഇത് പക്ക അല്ലേ? ഇത് വേറൊരു ലെവല് പടമല്ലേ? ഭീഷ്മറും ഇതും തമ്മിൽ നോക്കുമ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വേറെ ലെവലാണ്. 2.5 മണിക്കൂർ നമുക്ക് അടിച്ചു പൊളിക്കാം. 2.5 മണിക്കൂർ നമുക്ക് ഇങ്ങനെ ഇരുന്ന് നല്ല അടിപൊളി. ബിന്ദു പണിക്കരുടെ കോമഡിയൊക്കെ എന്താ ദൈവം അടിപൊളിയല്ലടാ. ബിന്ദു ചേച്ചി എന്ത് രസമായിട്ടാണ് അഭിനയിച്ചത്. പിന്നെ നല്ല നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നത്. പിന്നെ ബിന്ദു ചേച്ചിക്ക് മാസം നടിയല്ലടാ. ഉർവശിക്ക് പകരം വെക്കാൻ ഒരു നടിയാണ് പുള്ളിക്കാരൻ. അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടില്ല. അതന്നെ വരും, ഇനി വരും, ഇതോടുകൂടി വരും. ടർബോ ജോസിന്റെ അമ്മച്ചായിട്ട് അഭിനയിച്ച് തകർത്ത് തിമിർത്ത് അല്ലേ? പിന്നെ ഇത് ബോക്സ് ഓഫീസ് വരെ പഞ്ഞിക്കിലോ? എന്റെ പൊന്നെ പഞ്ഞിക്കിടല്ല, പഞ്ഞി പറത്തും മോനെ. അത്ര നല്ല കിട്ടുക്കാച്ചി പടം. യൂത്തന്മാർക്കും കുടുംബത്തിലുള്ള ആ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ വന്നിരുന്ന് കണ്ട് ആസ്വദിച്ച് അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു വില്ലന്മാരെങ്ങനെയുണ്ട്? വില്ലന്മാരൊക്കെ മാസല്ലേ? ആർമി ഷെട്ടിനെ സമ്മതിക്കണോട്ടാ. പുള്ളി അടിച്ച് പൊളിച്ചിട്ടാ. നായകന്റെ മുകളിലുള്ള താഴ്ത്തുമല്ല, അടിപൊളി ഒരു മിഡില് നല്ല ഗംഭീര പടം. ടർബോ ജോസിന്റെ അഴിഞ്ഞാട്ടമാണ്. അഴിഞ്ഞാടട്ടെ. മഴ ബാധിക്കുമോ? മഴയൊന്നും ബാധിക്കില്ല. എന്ത് മഴ? ഇതിലും വലിയ പേമാരി വന്നിട്ട് നമ്മൾ കുലുങ്ങിയിട്ടില്ല. പിന്നില്ലേ മരം പെയ്തിട്ട് കുലുങ്ങിയിട്ടില്ല, പിന്നെ മഞ്ഞ് പെയ്തിട്ട് അല്ലേ?